ടൂറിസ്റ്റ് വിസ, വിസിറ്റ് വിസ മാനദണ്ഡങ്ങൾ കർശനമാക്കിയതായി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു വിസയ്ക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ കൂടെ ഹോട്ടൽ ബുക്കിംഗ് രേഖയും അതോടൊപ്പം തന്നെ റിട്ടേൺ ടിക്കറ്റിന്റെ കോപ്പിയും അറ്റാച്ച് ചെയ്യണമെന്നതാണ് നിബന്ധന. നേരത്തെ എയർപോർട്ടിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇമിഗ്രേഷൻ ആവശ്യപ്പെട്ടാൽ മാത്രം ഈ രേഖകൾ കാണിച്ചാൽ മതിയായിരുന്നു. ഇതിനോടൊപ്പം തന്നെ 1 മാസത്തെ വിസയാണെങ്കിൽ 3000 ദിർഹം, 2 മാസത്തെ വിസയ്ക്ക് 5000 ദിർഹം നമ്മുടെ ക്രെഡിറ്റ് കാർഡിലോ ഡെബിറ്റ് കാർഡിലോ ഉണ്ടായിരിക്കണം എന്നതും നിബന്ധനയാണ്. ഇനി നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾക്കാണ് വിസയ്ക്കായി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ വേണ്ടിയുള്ള വിസയ്ക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ടെൻഡൻസി കോൺട്രാക്റ്റ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ റിട്ടേൺ ടിക്കറ്റും അറ്റാച്ച് ചെയ്യണം. ടെൻഡൻസി കോൺട്രാക്ട് ഇല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമായും അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി 30 ദിവസത്തെ വിസയാണെങ്കിൽ 1 മുതൽ 30 ദിവസം വരെയുള്ള ഹോട്ടൽ ബുക്കിംഗ് ആണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ 60 ദിവസത്തെ വിസയാണെങ്കിൽ 35 മുതൽ 60 ദിവസം വരെയുള്ള ഹോട്ടൽ ബുക്കിംഗിന്റെ രേഖകളാണ് സമർപ്പിക്കേണ്ടത്. രേഖകൾ തൃപ്തികരമല്ല എങ്കിൽ ഒരു കാരണവും വ്യക്തമാക്കാതെ തന്നെ ഇമിഗ്രേഷൻ വിസകൾ റിജക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലതാമസം ഒഴിവാക്കാനും റിജക്ഷൻ ഒഴിവാക്കാനും എല്ലാം നമ്മൾ സമർപ്പിക്കുന്ന രേഖകളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പാക്കുക.